അപ്പോൾ ആമിക്കുട്ടി എങ്ങോട്ടാണെന്നല്ലേ, ആമിക്കുട്ടി മാത്രമല്ല കേട്ടോ, ഞങ്ങളുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി അപ്പച്ചിയുടെ വീട്ടിലോട്ട് വന്നതാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ വീടിനടുത്ത് തന്നെയാണ് അപ്പച്ചിയുടെ വീട്. അപ്പോൾ എല്ലാവരും ജോലിക്ക് പോയതുകൊണ്ട് ഞങ്ങളിതേ അപ്പച്ചിയുടെ വീട്ടിലോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മൂനെ കണ്ടപ്പോഴത്തേക്കും ഇതേ ആമിക്കുട്ടി അമ്മ കൂടി പാട്ടൊക്കെ വെച്ച് തുള്ളൽ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്താണ് അച്ഛൻ അമ്പലപ്പുഴയിൽ നിന്ന് ഞങ്ങളെ കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ വീട്ടിൽ കാണാത്തതുകൊണ്ട് നേരെ അപ്പച്ചിയുടെ വീട്ടിലോട്ട് അച്ഛൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ പിള്ളേർ രണ്ടും അച്ഛനെ കുറച്ച് ദിവസമായിട്ട് കാണാതിരുന്ന് കാണുന്നില്ല. അതുകൊണ്ട് ഇത് രണ്ടുപേരും കൂടി മടിയിൽ കയറി ഇരിക്കുകയാണ്. അങ്ങനെ ഭയങ്കര ചിരിച്ച് കളിച്ച് പാട്ടൊക്കെ കേട്ട് കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പച്ചിക്കൊക്കെ ചായക്കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടത്തേക്ക് വേണ്ടിയുള്ള പൊരികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആമിക്കുട്ടിക്ക് അത് കണ്ടിട്ട് കരച്ചിലാണോ എന്തുവാണോ വരുന്നതെന്ന് അറിഞ്ഞില്ല. അങ്ങനെ അവിടുന്ന് ചായയെല്ലാം കുടിച്ചു, പഴംപൊരി എല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോകാൻ ഇറങ്ങിയത്. വൈകുന്നേരമായി ഇറങ്ങിയപ്പോഴത്തേക്കും. അങ്ങനെ ഇതേ അപ്പച്ചിയുടെ ടാറ്റ ബൈയൊക്കെ പറഞ്ഞ് തിരിച്ച് അപ്പച്ചിയുടെ മോൻ തന്നെയാണ് കേട്ടോ ഞങ്ങളെ വീട്ടിലേക്ക് ആക്കാൻ നിന്നത്. അപ്പച്ചി എന്നോട് ചോദിക്കുമായിരുന്നു, പണ്ട് ഒരു കുഞ്ഞിനെ ബൈക്ക് വെച്ചുകൊണ്ട് പോകാൻ പേടിയുള്ള ആളത് ഇപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് വണ്ടിയിൽ കൊണ്ടു നടക്കുന്നത്. നിനക്ക് ഇതായി എങ്ങനെയാണ് നീ കൊണ്ടു നടക്കുന്നത്, സൂക്ഷിച്ചൊക്കെ കൊണ്ടുപോകണേ എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരോട് ടാറ്റ ബൈയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. രണ്ടുപേർക്കും ഇതിപ്പോൾ ശീലമായി കേട്ടോ, ഒരുമിച്ച് ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കാൻ നന്നായിട്ട് പിടിച്ചിരുന്നോളും. എനിക്ക് ആ പേടിയൊക്കെ മാറിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി ബ്ലോഗ്.